കമ്പനിയിലേക്ക് പുതിയ ജോലിക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം, എക്സ്പീരിയൻസ്, കണ്ടക്ട് ഒക്കെ നോക്കാറുള്ളത് പോലെ സ്മാർട്ട് ഫോണും ഇപ്പോൾ ആളുകൾ വാങ്ങുന്നത് സ്മാർട്ട് ഫോണിന്റെ സ്പീഡും സ്മൂത്ത്നെസ്സും ഒക്കെ നോക്കിയിട്ടാണ്. സ്മാർട്ട് ഫോണിന്റെ സ്പീഡും സ്മൂത്ത്നെസ്സും ഒക്കെ അളന്ന എക്സാം റിസൾട്ട് പോലെ നമുക്കിന്ന് അറിയാൻ കഴിയും. ആകെ മാർക്ക് 50 100 ഒന്നുമല്ല. പ്രധാനമായും 3 യൂണിവേഴ്സിറ്റികൾ എന്ന് പറയാവുന്ന വെബ്സൈറ്റുകളാണ് സ്മാർട്ട് ഫോണുകൾക്ക് ഈ എക്സാം നടത്തുന്നത്. 1 ആന്റിറ്റ്യൂഡ്, 2 ഗീക്ക് ബെഞ്ച്, 3 3D മാർക്ക്. സോഷ്യൽ മീഡിയയിൽ സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഓരോ ഫോണിന്റെയും ആന്റിറ്റ്യൂഡ് പറയുമെങ്കിലും കഥകളി കാണുന്ന പോലെയാണ് മിക്കവരും ഇത് കേൾക്കുന്നത്. ചിലതൊക്കെ മനസ്സിലാകും, ചിലതൊക്കെ ഒരു ഇടിമിന്നൽ പോലെ അങ്ങ് വന്നു പോകും. ബാറ്ററി MAH-ഉം ക്യാമറ മെഗാപിക്സലും സ്റ്റോറേജും ഒക്കെ അറിഞ്ഞാൽ മതിയെന്നാണ് മിക്കവരും കരുതുന്നത്. എന്നാൽ രാവിലെ ഫോൺ എടുത്ത് ഡേറ്റ ഓൺ ചെയ്തിട്ട് വല്ലതും ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ പറയുന്നിടത്തൊന്നും ഫോൺ വരാതിരിക്കുന്നത്. ഇങ്ങനെ അനുഭവമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണേ. ഈ പ്രശ്നം ഒഴിവാക്കുവാൻ നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ വാങ്ങണം. അതിന് നല്ല പ്രോസസ്സർ വേണം. ഇപ്പോൾ സ്നാപ്ഡ്രാഗണും MediaTek Dimensity, Exynos എന്നീ ബ്രാൻഡുകൾക്ക് പുറമെ നിരവധി ബ്രാൻഡുകളിൽ പ്രൊസസ്സർ പിടിപ്പിച്ച ഫോണുകൾ വരുന്നുണ്ട്. ഈ പ്രൊസസ്സറുകളുടെ എല്ലാം സ്പീഡ് അതിന്റെ ജനറേഷനിൽ നിന്ന് മനസ്സിലാക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ഏത് കമ്പനിയുടെ പ്രൊസസ്സർ വന്നാലും അവരുടെ പരീക്ഷാ മാർക്ക് നോക്കി എളുപ്പത്തിൽ അത് മനസ്സിലാക്കാം.